രചന, അവതരണം സുഗി സുരേഷ്. വീട്ടിലെ ഫോൺ വന്നു വെച്ചപ്പോൾ അവിടുത്തെ കടത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കഥകൾ ഒരുപാട് കേട്ട സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയത് നാളത്തെ ഇൻ്റർവ്യൂ ആണ്. ഒരുപാട് കഷ്ടപ്പെട്ടും പിന്നെ കുറച്ച് റെക്കമെൻഡേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ കിട്ടിയൊരു ഇൻ്റർവ്യൂ ആണ്. അന്നത്തെ ദിവസത്തെ രാത്രി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉറങ്ങിയത് തന്നെ. ഓരോ സമയം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വീട്ടിലെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരും. പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല പാക്കേജും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ തൊട്ടടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ സമയത്ത് നല്ലൊരു ഉന്മേഷത്തോടു കൂടി തന്നെയാണ് എഴുന്നേറ്റത്. റൂമിൽ നോക്കിയ സമയത്താണെന്നുണ്ടെങ്കിൽ ആരും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഉടുത്തിരുന്ന തുണിയെല്ലാം അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ചിട്ടു. കാരണം എൻ്റെ സ്വാതന്ത്ര്യമാണല്ലോ, ആരുമില്ലാത്ത സമയമാണെങ്കിൽ. എഴുന്നേറ്റ സമയത്ത് തന്നെ എനിക്ക് ആദ്യം തോന്നിയത് ഇന്നലെ രാത്രി പ്രിപ്പയർ ചെയ്തു വെച്ച കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസറും ഉണ്ടായിരുന്നു. അതെല്ലായിടത്തുനിന്ന് ഫോളോ അപ്പ് ചെയ്തു. ശേഷം പതിവ് പോലെ തന്നെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് നടന്നു നോക്കി. ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്തു. അത് ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറച്ച് റിലാക്സേഷൻ തോന്നുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടും എന്നൊരു വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ഒറ്റമുണ്ട് തോർത്തു കൊടുത്ത് ബാത്റൂമിൽ കയറി കതകടച്ചു. ബാത്റൂമിൽ കയറുന്ന സമയങ്ങളിൽ എനിക്ക് ചെറിയ മൂളിപ്പാട്ട് പാടുന്നൊരു സ്വഭാവമുണ്ട്. പക്ഷേ ആ ഒരു സമയം ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് പാടിയത്. ശേഷം പല്ല് നന്നായിട്ട് തേച്ച് മിനുക്കി, മൗത്ത് വാഷ് ഇട്ട് വായൊന്ന് കഴുകി, കുളിച്ച് നല്ല ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വാതിൽ തുറക്കുന്നില്ല. ചേടാ, ഈ ഡോർ ഇടയ്ക്കിടയ്ക്ക് പണിമുടക്കും. ശരിക്കും ഇതൊരു ബാത്റൂമിൻ്റെ ഡോറല്ല, ഇതൊരു റൂമിൻ്റെ ഡോറാണ്. അതുകൊണ്ട് തന്നെ ബാത്റൂമിൻ്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ ഒപ്പിച്ച് വെച്ചേക്കുന്ന ഒരു സാധനമായിരുന്നു. വാതിലിൻ്റെ കൊളുത്തും പിടിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ചില സമയത്ത് വിട്ടു പോകാറുണ്ട്. ആ ഒരു സമയങ്ങളിൽ പിടി ഇളക്കിയിട്ട് ഒന്നുകൂടെ തിരിച്ചാൽ അത് ശരിയായി തുറന്നു വരുന്നത് കാണാം. ഞാൻ പിടി ഊരി ഒന്ന് കൊളുത്തി നോക്കി. പക്ഷേ പിടി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നതല്ലാതെ അത് ജോയിൻ്റ് ആവുന്നില്ല. അവന്മാരോട് ഞാൻ ഈ ഡോറൊന്ന് ശരിയാക്കാൻ പറഞ്ഞിട്ട് മാസങ്ങളായി. ഒരുത്തൻ പോലും തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. ഇപ്പോൾ അനുഭവിക്കുന്നതോ ഞാൻ മാത്രം. ഞാൻ എന്നിട്ടും തോൽവി സമ്മതിച്ച് പിന്മാറാൻ തയ്യാറായില്ല. ഞാൻ വീണ്ടും ആ ഒരു പിടിയും കൊളുത്തും തമ്മിൽ ജോയിൻ്റ് ആക്കാൻ നോക്കിക്കൊണ്ടിരുന്നു. ആ ഒരു ഡോർ എങ്ങനെയെങ്കിലും ഒന്ന് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എന്നെ ഞെട്ടിച്ച മറ്റൊരു കാര്യമെന്നാൽ ഞാനിപ്പോൾ ബാത്റൂമിൽ കുടുങ്ങിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് എൻ്റെ ശരീരം പതിവിലും കൂടുതൽ വിയർക്കാൻ തുടങ്ങി. ഞാൻ കുടുങ്ങി എന്നൊരു സത്യം മനസ്സിലാക്കുന്നത് അപ്പോൾ തന്നെയായിരുന്നു. കാരണം ആ ഒരു പിടിയും കൊളുത്തും തമ്മിൽ ജോയിൻ്റ് ആവാൻ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം ആ ഒരു നിമിഷം എനിക്ക് മനസ്സിലായി. എൻ്റെ ഇൻ്റർവ്യൂ, അയ്യോ, ഇനി എന്ത് ചെയ്യും? ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ കൂടുതൽ വിഷമിക്കാനായിട്ട് തുടങ്ങി. ആകെ കൂടി കാത്തുകിട്ടിയ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അതിന് നശിച്ചു പോകുമല്ലോ എന്ന പ്രതീക്ഷയിൽ ഞാൻ അവിടെ ഇരുന്നു. ആ ബാത്റൂമിൽ നിൽക്കുന്ന സമയത്ത് ഓരോ നിമിഷങ്ങൾ കടന്നു പോകുമ്പോഴും കടത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കണക്ക് പറഞ്ഞ് എന്നോട് കെഞ്ചുന്ന അമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. സമയം കൂടെ കൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ബാത്റൂമിലിട്ട് ഇടിക്കാൻ തുടങ്ങി. പുറത്താരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ തള്ളി തുറന്നെങ്കിലും തരട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ കൂടുതൽ ശക്തിയായി ഇടിക്കാൻ തുടങ്ങി. ഒരു രക്ഷയും ആ ഒരു നിമിഷവും കാണുന്നില്ല. ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഈ ഡോറൊന്ന് തുറന്നു തരണേ, ഞാൻ ഉറക്കെ കെഞ്ചി പറയാൻ തുടങ്ങി. അപ്പുറത്തെ ഫ്ലാറ്റിൽ മലയാളികളാണ്. അവർ കേട്ടാൽ ചിലപ്പോൾ അകത്തേക്ക് വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ ഡോറിൽ ശക്തിയായി ഇടിച്ച് ബഹളം ഉണ്ടാക്കി. ആരും വരുന്നില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആ ബാത്റൂമിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും ആരും വരുന്നില്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ട് തല കറങ്ങുന്ന പോലെ, എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ ഒരു നിമിഷം തോന്നിപ്പോയി. ഞാനൊരു പക്ഷേ ഈ ബാത്റൂമിൽ തല കറങ്ങി വീണ് ആരും നോക്കാതെ ഈ ഒരു ബാത്റൂമിൽ കിടക്കുമോ എന്നുള്ള ചിന്തകൾ വരെ എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി. ഒരു തുള്ളി വെള്ളത്തിനായി ശരീരവും മനസ്സും ഒരുപോലെ ദാഹിക്കുന്നു. ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞുകൊണ്ടേയിരുന്നു. കുടിച്ച വെള്ളമെല്ലാം വിയർത്തുപോയി. ഞാനൊന്നും ചെയ്യാൻ കഴിയാതെ ബാത്റൂമിൻ്റെ പൈപ്പിൽ നിന്നും ഒരിറ്റ് വെള്ളം എൻ്റെ കൈക്കുമ്പിളെടുത്ത് അത് കുടിച്ച് ദാഹം മാറ്റി. ശേഷം ബാത്റൂമിൻ്റെ തന്നെ ആ ഒരു സൈഡിൽ ഒരു മൂലയ്ക്ക് മാറി അങ്ങനെ ഇരുന്നു. ഏകദേശം 10 മിനിറ്റിന് ശേഷം ബാത്റൂമിൻ്റെ സൈഡിൽ തൊട്ടടുത്തായിട്ടുള്ള അടുക്കളയിൽ ഒരു പ്ലേറ്റ് അനങ്ങുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് ആ ശബ്ദം കേട്ട സമയത്ത് എന്തെല്ലാമോ ഒരു വെപ്രാളത്തിൽ ചാടി എഴുന്നേറ്റ് എഴുന്നേൽക്കാനും വയ്യാതെ
ഞാൻ എന്തെല്ലാമോ കാട്ടിക്കൂട്ടി. ആരേലും ഉണ്ടോ അവിടെ? ഇതൊന്ന് തുറക്കാവോ? എന്താ? എന്തു പറ്റി? തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്ന ആളായിരുന്നു. ശബ്ദം കേട്ട സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി. ഇത് തുറക്കാൻ പറ്റുന്നില്ല. കുറെ നേരമായി ലോക്കായിട്ട്. ഞാൻ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. അത് കേട്ട സമയത്ത് തന്നെ അയാൾ ആവുന്നതെല്ലാം പുറത്തുനിന്ന് നോക്കി. ഡോർ തുറക്കാനുള്ള സകല വിദ്യകളും അയാളിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം അയാൾ ലോക്ക് പൊളിക്കാൻ നോക്കി. ശേഷം ഡോറ് തള്ളി തുറക്കാൻ നോക്കി. എന്തെല്ലാമൊക്കെ ചെയ്തിട്ടും ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. ഈറനൊടുത്ത പടുതിയിൽ വിയർത്തു കുളിച്ച് ബാത്റൂമിന്റെ ഭിത്തിയിലോട് ചേർന്ന് നിന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു, ഞാൻ കുടുങ്ങി. എൻ്റെ ദൈവമേ, എനിക്കിനി ഇറങ്ങാൻ കഴിയുമോ? അതോ ഇനി എത്ര ദിവസം ഞാനിവിടെ കിടക്കേണ്ടി വരും എന്നെല്ലാം എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. ഓരോ നിമിഷങ്ങൾ കഴിയുന്തോറും എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടേയിരുന്നു. യാതൊരു വഴിയുമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഡോറിൻ്റെ താഴ്ഭാഗത്ത് ആഞ്ഞു ചവിട്ടി. ഡോർ അത്യാവശ്യം തന്നെ ദ്രവിച്ചതായതുകൊണ്ട് പതുക്കെ പതുക്കെ അത് ഇളകാൻ തുടങ്ങി. എൻ്റെ സർവ്വശക്തിയും എടുത്ത് ഞാനത് ചവിട്ടി തുടങ്ങി. പക്ഷേ ഓരോ നിമിഷം കഴിയുന്തോറും എൻ്റെ കാല് മുറിയുന്നതല്ലാതെ ആ ഒരു ഡോറ് ഇളകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഞാൻ ആ ഡോറ് വീണ്ടും വീണ്ടും ചവിട്ടിപ്പൊളിക്കാനും വലിച്ചു തുറക്കാനും എല്ലാം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ തുടർച്ചയായ ശ്രമങ്ങൾ കുറേയധികം വേദനകൾ സമ്മാനിച്ചുവെങ്കിലും ഞാൻ തോൽവി സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ശേഷം ആ ഡോറിൻ്റെ അടിഭാഗം പൊളിഞ്ഞിളങ്ങി. ആ ഒരു ഡോറിൻ്റെ ദ്രവിച്ചിരുന്ന അടിഭാഗത്തു കൂടി ഞാൻ പതുക്കെ പതുക്കെ നുഴഞ്ഞിറങ്ങി. ഇറങ്ങിയ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ ഓടിപ്പോയത് സമയം നോക്കാനായിരുന്നു. സമയം വല്ലാണ്ട് കടന്നുപോയിരിക്കുന്നു. ഇൻ്റർവ്യൂവിന് പോകാൻ ഇനി 10 മിനിറ്റ് മാത്രം. ആ ഒരു നിമിഷം എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഭ്രാന്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഞാനങ്ങനെ നടന്നു. കൂടെയുള്ളവർ ആശ്വസിപ്പിക്കാനും പിന്നെ എന്നെ പറഞ്ഞ് ഇൻ്റർവ്യൂവിന് വിടാൻ ശ്രമിക്കുമ്പോഴും ഞാൻ സ്വബോധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നീങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു ഭ്രാന്തമായ അവസ്ഥ എൻ്റെ മനസ്സിലേക്ക് തോന്നി തുടങ്ങി. പെട്ടെന്ന് തന്നെ വിയർത്ത് കുളിച്ച ആ ഒരു കോലത്തിൽ ഇൻ്റർവ്യൂവിന് തേച്ചു വെച്ച ഷർട്ടും പിന്നെ പാൻറ്റുമിട്ട് ടൈയും കെട്ടി ഇറങ്ങിയ സമയത്ത് എന്തോ വല്ലാത്തൊരു കോലം തന്നെയായിരുന്നു. ശരിക്കും ഞാൻ എങ്ങനെ ഇറങ്ങണം എന്ന് ആഗ്രഹിച്ചോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായി സംഭവിച്ചത്. ശേഷം ഞാൻ ഓടിപ്പിടച്ച് ടാക്സി പിടിച്ച് അവിടെ എത്തിയ സമയത്ത് ഒരു 10 മിനിറ്റ് ലേറ്റായിരുന്നു. എൻ്റെ വേഷം വിയർത്ത് കുളിച്ച് തലമുടി പോലും ചീകാത്ത രീതിയിൽ ഞാൻ അവിടേക്ക് ചെന്നു. ആ ഒരു നിമിഷം അവരെൻ്റെ പേര് വിളിച്ചു. ശ്രീകാന്ത്, അകത്തേക്ക് വരൂ. ഞാൻ കയറി ചെല്ലുമ്പോൾ ആദ്യം എന്നെ കണ്ട സമയത്ത് അവരൊന്ന് മുഖം ചൊളിച്ചു. പക്ഷേ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അവർ ആ ഒരു കാര്യത്തിൽ ഇംപ്രസ്ഡ് ആവുകയും ചെയ്തു. ഒടുവിൽ 2 ദിവസം കഴിഞ്ഞ് ഓഫർ ലെറ്റർ എന്ന് പറയുന്ന സാധനം എൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ആ പൊളിഞ്ഞ ഡോർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കഥ അവസാനിച്ചിരിക്കുന്നു.